5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം, കണ്ടെത്താം, എഴുതാം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. നമുക്ക് നോക്കാം. ഉത്തരം: മറ്റ് എലിമെൻ്ററി സ്കൂളുകളിൽ നടത്തിയിരുന്ന മത്സരങ്ങളിലെ വടംവലിയും 3 കാലിലോട്ടവും മാത്രമായിരുന്നു ടോമോ സ്കൂളിലെ കായികമേളയിലും ഉൾപ്പെടുത്തിയിരുന്നത്. അവ കൂടാതെ പുതിയ ചില മത്സരങ്ങൾ കോബയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. വലിയ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു അവ. മീൻ വായിലോട്ടം ഉദാഹരണം. മീനിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച കുഴലിൻ്റെ ഉള്ളിലൂടെ കടന്ന് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങുന്ന രസകരമായ കളിയായിരുന്നു അത്. വടംവലി മത്സരത്തിൽ വടം ആന വലിച്ച് ആർപ്പുവിളികളുമായി കോബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാകാത്ത യാസോക്കി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. കായികമേളയിൽ ഇത്തിരിയോളം പോന്ന കൈകാലുകളുള്ള ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തിയത് ഏവരെയും അതിശയിപ്പിച്ചു. ആദ്യമായി കായികമേളയിൽ പങ്കെടുത്ത ടോട്ടോ ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മേള ആസ്വാദ്യകരമായിരുന്നു. സമ്മാന വിതരണത്തിലും മാസ്റ്ററുടേതായ സവിശേഷ രീതികളുണ്ടായിരുന്നു. സമ്മാനമായി നൽകിയിരുന്നത് ചേന, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ചീര എന്നിവയൊക്കെയായിരുന്നു. എല്ലാ രീതിയിലും ടോമോ സ്കൂളിലെ കായികമേള വളരെ സവിശേഷതകൾ ഉള്ളതായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കോബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കോബയാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ. അപ്പം നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. ടോമോയിലെ കായികമേളയെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ പ്രധാന കാരണം അവിടുത്തെ പ്രധാന അധ്യാപകനായ കോബയാഷി മാസ്റ്ററുടെ പ്രത്യേക രീതികളാണ്. ശാരീരിക വെല്ലുവിളികൾ ഉള്ളവരെ പരിഗണിക്കുന്നു. ശാരീരികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും വിജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. ഉദാഹരണത്തിന് മീൻ വായിലോട്ടം എന്ന മത്സരം ആത്മവിശ്വാസം വളർത്തുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള തകാഹാഷിയെ പോലുള്ള കുട്ടികൾ എല്ലാ മത്സരങ്ങളിലും ഒന്നാമതെത്തുമ്പോൾ അത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. തങ്ങൾക്കും മറ്റുള്ളവരെ പോലെ സാധിക്കുമെന്ന് അവർ തിരിച്ചറിയുന്നു. സ്നേഹപൂർണമായ സമീപനം. ഓരോ കുട്ടിയും കഴിവിനും താല്പര്യത്തിനും അനുസരിച്ചുള്ള മത്സരങ്ങൾ ഒരുക്കുന്നതിലൂടെ എല്ലാവർക്കും തുല്യമായി പരിഗണിക്കാൻ മാസ്റ്റർക്ക് സാധിച്ചു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മിന്നൽ വേഗത്തിൽ താകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. അടിവരയിട്ട ഭാഗം എന്താണ്? മിന്നൽ വേഗത്തിൽ, അല്ലേ? വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി. കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് നോക്കാം. 1. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. ദാഹശമനത്തിന് വെള്ളം കുടിക്കുക എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം. അതായത് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദാഹം, നമ്മുടെ വിശപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ എന്താണ് അർത്ഥം വരുന്നത്? ഇവിടെ ബുദ്ധിമുട്ടുക എന്ന അർത്ഥത്തിലാണ് വെള്ളം കുടിക്കുക എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കൂ. മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായിരുന്നു. ഇവിടെ നട്ടം തിരിയുക എന്നുള്ള വാക്ക് നോക്കുക. മുന്നോട്ട് പോകാനാകാതെ പ്രയാസപ്പെടുക എന്നാണ് ശരിക്കും അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം. പക്ഷേ ഒരു വഴിയുമില്ലാതെ വിഷമിക്കുക എന്ന അർത്ഥത്തിലാണ് നട്ടം തിരിയുക എന്ന പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്നീ 2 പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ 2 വാക്കുകൾ ചേർന്ന് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം. ഇത് നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട്. നിങ്ങൾ നോക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കും കിട്ടും. ഒരപൂർവത, ഒരു പ്ലസ് അപൂർവത. ഓരോരുത്തൻ, ഓരോ പ്ലസ് ഒരുത്തൻ, ഓരോരുത്തൻ. കായികമേള, കായികം പ്ലസ് മേള. തൊട്ടടുത്ത, തൊട്ട് പ്ലസ് അടുത്ത. ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. മത്സരങ്ങളല്ലാത്ത കളികൾ.
ടോമോയിലും നമ്മുടെ സ്കൂളിലും നടക്കുന്ന കായികമേളകളും മറ്റു പല കളികളും മത്സരങ്ങളാണ്. അവയിൽ ജയവും തോൽവിയുമുണ്ട്. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? ഉണ്ട്. നമ്മളിപ്പം ഒളിച്ചുമ്പത്തൊക്കെ കളിക്കാറില്ലേ, നിങ്ങൾ ഹൈഡ് ആൻഡ് സീക്കൊക്കെ, അതിൽ ജയം തോൽവിയൊക്കെ ഉണ്ടോ? ഇല്ല. ചിലർ ജയിക്കും, നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ജയിച്ചെന്ന് നമ്മൾ പറയും അല്ലേ. അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാം. നമുക്ക് നോക്കാം. മത്സര ബുദ്ധിയില്ലാതെ വെറും സന്തോഷത്തിനായി കളിക്കുന്ന ഒരുപാട് കളികളുണ്ട്. ഒളിച്ചുകളി, ഹൈഡ് ആൻഡ് സീക്ക്. ഇതിൽ വലിയ മത്സരമില്ല, എല്ലാവരും ചേർന്ന് അത് ആസ്വദിക്കുന്നു. പിന്നെ കണ്ണുപൊത്തിക്കളി, ഗ്രൂപ്പായി കളിക്കുമ്പോൾ ലഭിക്കുന്ന തമാശയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നാടൻ കളികൾ, തുമ്പിത്തുള്ളൻ, കിളിത്തട്ടുകളി തുടങ്ങിയവയിൽ ജയത്തേക്കാൾ ഉപരി കൂട്ടായ്മയ്ക്കാണ്, അതേപോലെ നമ്മൾ ഒത്തൊരുമിച്ച് കളിക്കുമ്പോഴുള്ള പ്രാധാന്യമാണ് ഉള്ളത്. ഇത്തരം കളികൾ തോൽക്കുന്നവരിൽ നിരാശയുണ്ടാക്കുന്നില്ല, പകരം എല്ലാവരിലും ഒരുപോലെ സന്തോഷം നിറയ്ക്കുന്നു. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ കഥ വായിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാഠഭാഗത്തെ പ്രവർത്തനങ്ങളും പറഞ്ഞു. അപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു. അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക, ഉത്തരങ്ങൾ തയ്യാറാക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെട്ടിട്ട്. പിന്നെ 5ാം ക്ലാസ്സിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്